വിശ്വാസ്യതയുടെയും ദേശീയ ബോധത്തിന്റെയും അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് 10ാം വർഷത്തിൽ നിന്നും 11ാം വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ചാനൽ മലയാള ദൃശ്യമാധ്യമ രംഗത്ത് വേറിട്ട കാഴ്ചപ്പാടും വ്യത്യസ്തമായ വാർത്താശൈലിയും സത്യത്തിനോടൊപ്പം എന്നും അടിയുറച്ചു നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനൽ, ജനങ്ങളുടെ ചാനൽ ജനം TV. ഇന്ന് 11 വർഷങ്ങൾക്ക് മുൻപ് മെയ് 31 ഉച്ചയ്ക്ക് 1 മണിക്ക് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് വാർത്താ സംപ്രേഷണം ആരംഭിച്ചു. ആ മനോഹരമായ ദൃശ്യങ്ങളിലോടുകൂടി നമുക്ക് തുടങ്ങാം. ജനം 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 കടലേലും തഴുകുന്ന കരകളിൽ ജീവന്റെ കളിയാട്ടം കനലാട്ടം കാണാൻ പോരൂ. കടലേഴും തഴുകുന്ന കരകളിൽ ജീവന്റെ കളിയാട്ടം കനലാട്ടം കാണാൻ പോരൂ. അതിലെന്തൊരു സൗന്ദര്യം, അതിനുണ്ടൊരു സംഗീതം, അരികിലേക്കെതിരേൽക്കാൻ നിറമായി സ്വരമായി ശ്രുതിലയമായി. ജനം 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 ജനം. മധുമാസ പുഷ്പങ്ങൾ ഹൃദയത്തിൻ താലത്തിൽ കണിവയ്ക്കും കാഴ്ചകൾ വേണം. കതിർ കാണാ കിളികൾ തൻ പാട്ടും വേണം, പാട്ടും വേണം. ജനം 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 ജനം. നിഴലും നിലാവുമായി നിറമാല കോർക്കുന്ന നിമിഷങ്ങൾ നൃത്തമാടേണം. നിറപറ പൂക്കുല പൊന്നും വേണം, പൊന്നും വേണം. വാർത്തകൾ വെറുമൊരു കാഴ്ചയല്ല, ജനങ്ങളുടെ ശബ്ദമാണെന്ന് തെളിയിച്ച 11 ജനകീയ വർഷങ്ങൾ. നന്മയെ ചേർത്ത് പിടിച്ചും തിന്മയ്ക്കെതിരെ ശക്തമായി വിരൽ ചൂണ്ടിയും ഞങ്ങൾ സഞ്ചരിച്ച 11 വർഷങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഈ ബ്രേക്കിംഗ് ന്യൂസ് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു നെട്ടോട്ടം, ക്യാമറയ്ക്ക് പിന്നിലെ ആ ഒരു തിരക്ക്, PCR-ലെ കർശനമായ നിർദ്ദേശങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ. ഈ ഓട്ടപ്പാച്ചിലിനിടയിലും ഈ ക്യാമറയ്ക്ക് പിന്നിൽ ഞങ്ങൾക്ക് വലിയൊരു സൗഹൃദമുണ്ട്. അതാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പ്രേക്ഷകർ ഞങ്ങളുടെ നട്ടലാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ജനം TVയുടെ നട്ടലായ ഒരുപാട് മനുഷ്യരുണ്ട്. അവരിലേക്കാണ് പോകുന്നത്. അന്ന് ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട രഞ്ജിത്ത് അമ്പാടി ചേട്ടൻ, അന്ന് ആദ്യമായി ഈ റൺ ഡൗൺ സെറ്റ് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട അനൂപേട്ടൻ, ഞങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ, ഒപ്പം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്താ അവതാരകൻ ഗൗതം അനന്തനാരായണൻ, ഐസൻ ചേട്ടൻ, അഭിലാഷ് കല്ലർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒപ്പം പുതുതായി എത്തിച്ചേർന്ന എന്നെ പോലുള്ള പുതിയ കുടുംബാംഗങ്ങളുണ്ട്. അവരിലേക്കെല്ലാം പോകാൻ ഞങ്ങളുടെ പ്രൊഡ്യൂസർ സൂര്യ ചേച്ചി ഉണ്ട്. ആദ്യം നമ്മുടെ KP ഇവിടെ ഉണ്ട് കേട്ടോ. KP എങ്ങനെ തുടങ്ങുമല്ലേ? ഞാനിവിടെ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് ഈ അശ്വിനി പറഞ്ഞതുപോലെ തന്നെ 11 വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത് അല്ലേ? ഇതാ നമ്മുടെ രഞ്ജിത്ത് അമ്പാടി, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട രഞ്ജിത്ത് അമ്പാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വതി, നമ്മുടെ ആദ്യത്തെ ലൈവ് റിപ്പോർട്ട് ചെയ്ത നമ്മുടെ അന്നത്തെ തിരുവനന്തപുരം ബ്യൂറോ ചീഫാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓർമ്മകളുണ്ട് രഞ്ജിത്ത് അമ്പാടിക്ക് പറയാം. എങ്ങനെ നമുക്ക് പറഞ്ഞു തുടങ്ങാം? തീർച്ചയായിട്ടും ഇതൊരു സ്വപ്നത്തിന്റെ തുടക്കമായിരുന്നു 2015 മെയ് മാസം 31 എന്നുള്ളത്. അതിനു മുൻപ് എനിക്ക് തോന്നുന്നു 1-2 തീയതികൾ നമ്മൾ തീരുമാനിച്ചതാണ്. പക്ഷേ സാങ്കേതികമായ കാര്യങ്ങൾ പൂർണ്ണമാവാത്തത് കൊണ്ട് ആ ഡേറ്റ് മാറി.
പക്ഷേ 31-ന് രാവിലെ 11 മണിക്ക് പിന്നെ എയർ ചെയ്യണം. അതായത് ജനം മിഴി തുറക്കണം എന്നൊരു തീരുമാനം മാനേജ്മെൻറ്റ് എടുക്കുന്നു. അതിന് 2 ദിവസം മുമ്പ് വളരെ നീണ്ട മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ട മീറ്റിങ്ങുകൾ നടക്കുന്നു. ഒടുവിൽ 11 മണിക്ക് ആ ഒരു അസുലഭ മുഹൂർത്തം വരികയാണ്. അപ്പോൾ എന്ത് വിസ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ വരും എന്നൊരു ചോദ്യം എന്നുണ്ടായിരുന്നു. എന്താണ് ഇത്രത്തോളം ചാനലുകളൊന്നും എത്രത്തോളം ആദ്യത്തെ വാർത്ത എനിക്ക് തോന്നുന്നു ഒരു 3-4 ന്യൂസ് ചാനലുകൾ 4-5 ന്യൂസ് ചാനലുകൾ ഉള്ള സമയമാണ്. അപ്പോൾ അവിടെ നിന്ന് ജനം എന്ന് പറയുന്നത് മറ്റുള്ള ഇന്നിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പുതിയൊരു 50 കോടിയോ 100 കോടിയോ ഉണ്ടെങ്കിലും ന്യൂസ് ചാനൽ തുടങ്ങാൻ കാര്യമില്ല. ഒരു നിലപാട് വേണ്ട, എന്തെങ്കിലും തരത്തിലുള്ള ഒരു നമ്മളൊരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നില്ല, പണം മതി. ജനം അങ്ങനെയല്ല. ജനം ഈ ഒരുപാട് മനുഷ്യരുടെ, അതായത് രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ കഷ്ടപ്പെട്ട അവരുടെ വിയർപ്പിൻ്റെ ചെറിയ ചെറിയ തുകകൾ കൂടി ശേഖരിച്ചു കൊണ്ടുവന്ന ജനങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ്. അപ്പോൾ അതിന് ഓടി നടന്ന ഒരുപാട് പേരുണ്ട്. അന്നത്തെ കോർഡിനേറ്റർമാർ, അന്നത്തെ ചീഫ് എഡിറ്റർ അടക്കം എല്ലാവരെയും ഇപ്പം ഓർമ്മിക്കേണ്ടതാണ്. ഇതിന്റെ ഒരു ചാല തുടങ്ങാൻ മരം വെട്ടിയെടുത്ത പണം മതി. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഓരോ ആളുകളും ചെറിയ ചെറിയ തുകകൾ സംഭാവന നൽകിക്കൊണ്ട് തുടങ്ങിയതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വന്നതാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാകൂല്ലേ എന്നുള്ളത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പേപ്പറിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സാധനമാണ് ജനം എന്ന പേര്, ഇത് പേരിൽ തന്നെ അവസാനിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത ഒരുപാട് ആളുകളെ മറ്റുള്ളവരൊക്കെ പിന്നീട് കളിയാക്കുന്നതൊക്കെ കണ്ടുണ്ട്. പക്ഷേ 2015 മെയ് മാസം 31-ന് 11 മണിക്ക് ജനം ഒരു വലിയ വാർത്തയോടുകൂടി ജനം ഇറങ്ങി. എന്തായിരുന്നു ആ ഒരു വാർത്ത? അന്ന് എനിക്ക് തോന്നുന്നു സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ ചില പങ്കുകളും ഇടപെടലുകളും സംബന്ധിച്ച ചില നിർണായകമായ വിവരങ്ങളും അത് സംബന്ധിച്ച് PC ജോർജിന്റെ പിന്നിലുള്ള വലിയ വെളിപ്പെടുത്തലും അത് ചേർത്തായിരുന്നു അന്നത്തെ 11 മണിക്കുള്ള ബുള്ളറ്റിൻ നമ്മൾ ക്രമീകരിച്ചത്. നമ്മൾ വേറെ കുറേ വാർത്തകൾ അതിനു മുമ്പേ ശേഖരിച്ച് വെച്ചിരുന്നു. പക്ഷേ ഈ ദിവസം തന്നെ തുടങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നതുകൊണ്ട് തുടങ്ങി. എന്തായാലും ഒരു തരത്തിലുള്ള സാങ്കേതിക പിഴവുമില്ലാതെ ജനം 11 മണിക്ക് കൗണ്ട് ഡൗൺ തുടങ്ങി. ലക്ഷ്മി ഷാജിയായിരുന്നു ആദ്യത്തെ റീഡർ. ആ വാർത്ത ഗംഭീരമായി. ഇപ്പോൾ ആ ഒരു ഒഴുക്ക് ഇടയ്ക്ക് ഞാൻ ജനം കുടുംബത്തോട് വിട പറഞ്ഞ് കുറച്ച് മാറി നിന്നു. തിരിച്ച് വീണ്ടും ആ പഴയ തറവാട്ടിലേക്ക് തിരിച്ചെത്താൻ തറവാട്ടിലേക്ക് വീണ്ടും വന്നപ്പോഴുണ്ടാവും അത്രത്തോളം സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും ഭയങ്കര നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ പ്രവാസ ജീവിതം കഴിഞ്ഞ് നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ സമാനമായ ഒരു ഫീലിംഗ് ആണ്. എന്തായാലും ജനം എനിക്ക് തോന്നുന്നു സന്തോഷത്തോടൊപ്പം ഒരുപാട് അഭിമാനവും ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാലത്തും ആ ഒരു റെക്കോർഡ് മറികടക്കാൻ പറ്റില്ല. ജനം TV ഇനി 20 വർഷം 30 വർഷം 40 വർഷം കഴിയട്ടെ, നമ്മുടെ ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് എന്നും ഒരു അഭിമാനമായ സാധനമാണ്. പക്ഷേ ഞാനിപ്പം പറയുന്നത് അതിനുശേഷം 2ാം തവണ വന്നപ്പോൾ ഒരുപാട് മാറി, സാങ്കേതികമായി മാറി, ആളുകൾ മാറി, എല്ലാവരും വലിയ എക്യുപ്ഡ് ആയിട്ടുള്ള ഇതായി. അന്ന് തുടങ്ങുമ്പം ചില ബാലാരിഷ്ടതകൾ നമുക്ക് ഉണ്ടാവുമല്ലോ. ആ ബാലാരിഷ്ടതകൾ മറികടക്കാൻ അന്നുണ്ടായിരുന്ന ആളുകൾ ഇരട്ടി പ്രയത്നം ചെയ്തു എന്നുള്ളതാണ്. അന്നുള്ള എല്ലാവരും, ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ജീവനക്കാരൻ മുതൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ആൾ വരെ അന്ന് 2 പേരുടെയും 3 പേരുടെയും പണിയെടുത്തത് കൊണ്ടാണ് ആ ബാലാരിഷ്ടതകൾ മറന്നുകൊണ്ട് അന്ന് ജനത്തിന് മുന്നേറാൻ കഴിയും. ഒരു ഘട്ടത്തിൽ ജനം എനിക്ക് തോന്നുന്നു റേറ്റിംഗിൽ 2ാം സ്ഥാനത്ത് വരെ വന്നു. എല്ലാവരെയും ഞെട്ടിച്ചു. അപ്പോൾ എത്രമാത്രം ജനത്തിനെ ആളുകൾ സ്വീകരിച്ചു എന്നുള്ളത് പിന്നീട് നമ്മുടെ കാലം കണ്ടതാണ്. ഇപ്പോൾ വരുമ്പോൾ സാങ്കേതികമായും അല്ലാതെയും ഒക്കെ ജനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും മാറിയിരിക്കുന്നു. ജനത്തിൽ വളരെ അഗ്രസീവായിട്ടുള്ള ആളുകൾ, ജീവനക്കാർ, ജനത്തിൻ്റെ എല്ലാ കാലത്തെയും വലിയ കൈ മുതൽ എന്ന് പറയുന്നത് അഗ്രസീവായിട്ടുള്ള റിപ്പോർട്ടർമാരാണ്. അതുപോലെ വെടിപൊട്ടുന്നത് പോലെ വാർത്ത നൽകുന്ന, അതുപോലെ ഒരു തരത്തിലും ഒരു ലാഗില്ലാത്ത, അതാത് സമയം നമ്മുടേതായിട്ടുള്ള കാഴ്ച. എല്ലാവരും ഒരു വാർത്തയുടെ ഒരു വശം മാത്രം നോക്കുമ്പോൾ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന ആ വാർത്തയുടെ യഥാർത്ഥ വശം ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങാതെ, ഒരു തരത്തിലുള്ള അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ചും ചിന്തിക്കാതെ ഭയക്കാതെ കൊടുക്കുന്നതാണ് നമ്മുടെ റിപ്പോർട്ടർമാരുടെ എത്ര വാചാലനായാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വിശേഷങ്ങൾ തീരുന്നില്ല അല്ലേ? നമുക്കപ്പോ മറ്റു അംഗങ്ങളിലേക്ക് കൂടി എത്താം. നമുക്കിനി ഐസൻ ചേട്ടനിലേക്ക് പോകണോ അതോ ഗൗതം ചേട്ടനിലേക്ക് പോകണോ? നമുക്ക് തലമുതിർ നാൾ എന്ന രീതിയിൽ ഐസനിലേക്ക് തന്നെ പോകാം. ഐസൻ 11 വർഷമായി ഐസൻ ഈ ജനം TVയിൽ എത്തിയിട്ട് നമ്മുടെ അന്താരാഷ്ട്ര ഞങ്ങളുടെയൊക്കെ ഒരു കാരണവരാണ് ഐസൻ ചേട്ടൻ എന്ന് പറയുന്നത് അല്ലേ? അതെ. അല്ല, എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര തലത്തിലെ എല്ലാ ലോക നേതാക്കളുമായും അടുത്ത സൗഹൃദം. വാക്കിംഗ് എൻസൈക്ലോപീഡിയ. എന്തായാലും ഐസൻ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓർമ്മകളിൽ നിന്ന് തുടങ്ങാം. 11 വർഷം മുമ്പ് ജനം TVയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ആരോഗ്യവും സന്തോഷം. ഒരു നൈമിഷികമായൊരു സ്വപ്നം പോലെയാണ് ഞാൻ ജനം TVയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ഈ മാർച്ച് 29 ഇൻ്റർവ്യൂ കഴിയുന്നു. 31 മാർച്ച് 29 അല്ല 30 ഇൻ്റർവ്യൂ ആയിരുന്നത്. നിമിഷങ്ങൾക്കകം ഇതെല്ലാം തീരുമാനിക്കുന്നു.
ട്രെയിനിൽ ഡൽഹിയിൽ ചെന്ന് ജോയിൻ ചെയ്യുന്നു. ഡൽഹിയിലായിരുന്നു ഡൽഹിയിലേക്കാണ് നിയമനം. അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്നത് ഡൽഹിയിൽ വെച്ചാണ്. ഡൽഹിയിലേക്കാണ് അപ്പോയിൻമെൻറ്റ് ഓർഡർ അയക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി. അങ്ങനെയാണ് അനുഭവം. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഏപ്രിൽ 6-നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2015 ഏപ്രിൽ 6-നാണ് ജോയിൻ ചെയ്യുന്നത്. മെയ് 31-നാണ് നമ്മുടെ ചാനൽ എയർ ചെയ്യുന്നത്. അതുവരെ നമ്മളെല്ലാ വിഷ്വലുകളും കവർ ചെയ്യുക. അതിൻ്റെ പരിപാടികൾ നമ്മുടെ ഫയൽ സൃഷ്ടിക്കുന്ന പ്രൊഫഷണലായ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി അത് ചെയ്യേണ്ടത്. അതിൻ്റെ ഭാഗമായാണ് ഞാൻ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഓഫീസുകൾ, നമ്മൾ വായിച്ച് കേട്ട് മാത്രം പരിചയമുള്ള ഓഫീസുകൾ, ഒരു തവണ 1-2 തവണയൊക്കെ ഡൽഹി പോയിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. അങ്ങനെ ഡൽഹി പോയപ്പോൾ പുറത്തു നിന്ന് കണ്ട പല സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഓഫീസ്, BJP ഓഫീസൊക്കെ കയറി ചെല്ലാൻ പറ്റുന്നു. AKG സെൻറ്ററിൽ കയറുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. കയറി ചെല്ലാൻ പറ്റുമായിരിക്കാം. അവിടെ നിന്നൊക്കെയാണ് എൻ്റെ ഒരു അനുഭവങ്ങളുടെ ചേട്ടാ, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാർത്ത കൂടി പറഞ്ഞ് നമുക്ക്. ഇഷ്ടപ്പെട്ട വാർത്ത ഏത് എന്ന് ചോദിച്ചാൽ എല്ലാ വാർത്തകളും ഇഷ്ടപ്പെട്ടത്. ഇന്ന് കൊടുക്കുന്ന വാർത്തയും ഇനി കൊടുക്കാനിരിക്കുന്ന വാർത്തയും ഒരു കൗതുകമാണ്, ആവേശമാണ്. എനിക്ക് ഈ വാർത്താ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എനിക്കതൊരു ലിഷർ ഫീലിംഗ്. സത്യത്തിൽ വാർത്താ പ്രവർത്തനം പ്രൊഫഷണല്ല. അതാണ് ഞാൻ ത്രൂ ഔട്ടോട് ഇങ്ങനെ ജോലി ചെയ്യുന്നത്. ഒരു പാഷനാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ആണ്. അത് വാർത്തകൾ ചെയ്യുമ്പോൾ ഞാനൊരു കവിത കേൾക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു ത്രില്ലിലാണ് ഇന്നും എനിക്ക് വാർത്തകളെ കാണാൻ സാധിക്കുന്നത്. അത് ഈ ജനം TV അശ്വിനി അത് തന്നെയാണ്. നമ്മൾ രാവിലെ വരുമ്പോഴും ഐസന് ഇവിടെ ഉണ്ടാവും, രാത്രി പോകുമ്പോഴും അപ്പൊ ഐസൻ ചേട്ടനെ എപ്പോഴും പ്രേക്ഷകർക്ക് കാണാം. ഇനി പോകുന്നത് ഗൗതം ചേട്ടനാണ്. ഗൗതം ചേട്ടനെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങളുടെ എല്ലാം ഈ ക്യാമറയ്ക്ക് മുൻപിൽ പലപ്പോഴും ഗൗരവക്കാരനായ ഗൗതം അനന്തനാരായണനെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. പക്ഷെ ഞങ്ങളുടെ എഡിറ്റോറിയൽ മെമ്പറാണ്. അപ്പം അദ്ദേഹം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠനാണ്. ഞങ്ങൾക്ക് എല്ലാവരുടെയും സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് തരുന്ന ഒരു എന്താ പറയുക, ഒരു മനുഷ്യപ്പറ്റുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയാം. പക്ഷേ ഗൗതം ചേട്ടാ, എങ്ങനെയാണ് ചേട്ടൻ ഈ 11 വർഷത്തെ ജേണിയിൽ ആ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ്. കൂടുതൽ പറയാനുള്ളവരിൽ ഒരാൾ തന്നെയാണ് ഗൗതം. പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒന്ന്, ഈ ജനം TV ശരിക്കും പറഞ്ഞാൽ എല്ലാ കാലഘട്ടങ്ങളിലും ഒഴുക്കിനെതിരെ നീന്തുന്ന കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനമാണ്. പക്ഷേ ഇങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം കേരളത്തിൽ വേറെ ഇല്ല. അതായത് മുഴുവൻ പ്രതികൂലമായ സാഹചര്യമായിരുന്നു. അതായത് നമ്മൾ തുടങ്ങുന്ന ഘട്ടത്തിൽ ഓർമ്മയുണ്ടല്ലോ, അന്ന് UPA സർക്കാരിൻ്റെ ഭരണമാണ്. മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ ജനം TVയുടെ ലൈസൻസ് തരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിരുന്നു. അതായത് ഏതാണ്ട് 2011 മുതൽ തന്നെ നമ്മൾ ഈ ചാനലിൻ്റെ ലൈസൻസിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ എങ്ങനെയൊക്കെ ഒരു ചാനലിന് ലൈസൻസ് തരാതിരിക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തി. പിന്നീട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്ത് വന്ന വലിയ ഭരണമാറ്റത്തെ തുടർന്ന് അന്നത്തെ മീഡിയയുടെ ചുമതലയുണ്ടായിരുന്ന ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ BJPയുടെ കേരളത്തിൻ്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർജി, അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ കയറി ഒപ്പുവെക്കുന്നത് ജനം TVയുമായി ബന്ധപ്പെട്ട ഫയലാണ്. ആ ഫയലുമായി അദ്ദേഹം നേരിട്ട് തിരിച്ചു വന്നു. അന്നത്തെ നമ്മുടെ മാനേജ്മെൻറ്റിനെ കണ്ട് ജനം TVയുടെ ലൈസൻസ് നൽകിയായിരുന്നു. അപ്പം തീർത്തും പ്രതികൂലമായ അന്തരീക്ഷങ്ങൾ ഉണ്ടായിട്ടും ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ നേരത്തെ രഞ്ജിത്തേട്ടൻ പറഞ്ഞതുപോലെ മറ്റ് ചാനലുകൾ മുഴുവൻ എന്തിന് ജനം എന്നൊരു ചോദ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ആ പ്രതികൂലമായ സാഹചര്യങ്ങളെ തരണം ചെയ്ത് 11 വർഷം വിജയകരമായി നമ്മൾ വന്നു നിൽക്കുകയാണ്. മറ്റ് മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്ത, ചെയ്യാൻ പറ്റാത്തതായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു വന്നതാണ്. ഒരുപക്ഷെ ജനമില്ലായിരുന്നെങ്കിൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരില്ലായിരുന്നു. എന്തിന് ജനം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം പറയുന്നുണ്ട്. കാരണം ജനമില്ലെങ്കിൽ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരില്ല. നമ്മൾ മാത്രം ചോദിക്കുന്ന, നമ്മൾ മാത്രം ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. എനിക്ക് പറയാനുള്ള അതായത് ഞാൻ പറഞ്ഞു വന്നത് 11 വർഷത്തെ ഈ ജേർണിയിൽ ഒരുപാട് ആളുകളുടെ രക്തവും വിയർപ്പുമൊക്കെയാണ് ജനം TV എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഞാൻ കടന്നു വന്ന വഴികളിൽ നമ്മളെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നവർ, നമുക്ക് ആത്മവിശ്വാസം തന്നവർ, നമ്മളെപ്പോലെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, അതായത് തെറ്റ് കണ്ടാൽ, അനീതി കണ്ടാൽ, പ്രത്യേകിച്ച് ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അനീതി കണ്ടാൽ അവിടെ നിങ്ങൾ പൊട്ടിത്തെറിക്കണം, അവിടെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം, അല്ലാതെ കേരളത്തിലെ മറ്റ് മാധ്യമപ്രവർത്തകരെ പോലെ അവിടെ കുനിഞ്ഞിരിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരുപാട് വ്യക്തികൾ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നു. അവരെല്ലാം ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. അത് ജേർണലിസ്റ്റുകൾ മാത്രമല്ല, ടെക്നിക്കൽ ടീമുകളിലുണ്ടായിരുന്നു, എല്ലാ മേഖലകളിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആളുകളെ ഓർമ്മിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഒറ്റ വാക്കിലൊരു ഉത്തരം. ഇനി എന്താകും ജനം TVയുടെ എഡിറ്റോറിയൽ പോളിസി? ഇതുവരെ നിന്നും എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, അതോ ഇതുപോലെ തന്നെ ആയിരിക്കുമോ? ഇല്ല അശ്വതി, ഇതുപോലെ തന്നെയായിരിക്കും. കാരണം ദേശീയതയുടെ ശബ്ദമായിട്ട് കേരളത്തിൽ സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് മുമ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജന്മഭൂമിയും കേസരിയുമാണ് നമ്മുടെ വഴികാട്ടികൾ. അത് പ്രിന്റ് മീഡിയയാണ്, അറിയാമല്ലോ. വീക്കിലിയാണ് കേസരി. ജന്മഭൂമി എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയുടെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടുത്തെ മറ്റു മാധ്യമങ്ങൾ മുട്ടിലഴിയുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്ത ജന്മഭൂമിയാണ്. അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ വഴികാട്ടികൾ. അവർ പ്രിന്റിലാണ്, വിഷ്വൽ മീഡിയയിൽ നമ്മളെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പോളിസി ഇത് തന്നെയാണ്. ദേശീയതയിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല.
രണ്ട് ഭീകരതയ്ക്കെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടങ്ങൾ, ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ, ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെ മരം വെട്ടുന്ന ആളുകളുടെ ചാനലുണ്ട് വേറെ. അതല്ലിത്. ഇതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരേ ഒരു ശബ്ദം ജനമാണ്. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ, പിന്നോക്ക വിഭാഗക്കാരുടെ, ഒന്നുമില്ലാത്ത അത്താഴ പട്ടിണിക്കാരുടെ, അവരുടെയൊക്കെ ശബ്ദമാണ് ജനം ടി വി. അവരുടെ ഏക പ്രതീക്ഷയാണ് ജനം ടി വി. അപ്പോൾ നമ്മുടെ പോളിസികളിൽ മാറ്റമില്ല. ഇത് തന്നെയാണ് നമ്മുടെ സധൈര്യം മുന്നോട്ടല്ലേ? സധൈര്യം മുന്നോട്ടാണ്. നമ്മുടെ കരുത്ത് നമ്മുടെ റിപ്പോർട്ടർമാരാണ്, നമ്മുടെ എഡിറ്റോറിയൽ ടീമാണ്. അപ്പം അതിൽ ഒരു തരത്തിലുള്ള മാറ്റമില്ല. ഒഴുക്കിനെതിരെ തന്നെയുള്ള നീന്തലാണ്, ഒഴുക്കിനെതിരെ തന്നെ നീന്തും നമ്മൾ. അത് തന്നെയാണ് നമ്മുടെ പോളിസി എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു ഗൗതം ചേട്ടാ, താങ്ക് യു. നമുക്കിനി വളരെ പെട്ടെന്ന് നമ്മുടെ പുതിയ കുടുംബാംഗമൊന്നുമല്ല അശ്വതി, നമ്മുടെ ടിക്കറിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. എന്താണ് പറയാനുള്ളത്? സന്തോഷം, 11 വർഷമായതിന്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലേ? അഭിമാനം. നമ്മുടെ ഗായത്രി എന്ന് പറഞ്ഞാലേ കൂടുതൽ പേര് അറിയും. അതെ, ഞങ്ങളുടെ പത്തനംതിട്ട ലോബിയിലെ പ്രധാന കണ്ണിയാണ്. അല്ലല്ലേ, സോറി, ഇൻപുട്ടിന്റെ കാര്യത്ത്. ശരി, നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ മറ്റൊരു അശ്വതി. ഇവിടെ അശ്വതിമാരെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ അശ്വതിയാണ്, അത് അശ്വതിയാണ്. വാഗമണിൽ നിന്നുള്ള അശ്വതിയിലേക്ക് പോകാം. ഇത് വാഗമണിലെ അശ്വതി. അശ്വതിയാണ് ടെക്സ്റ്റ് സ്പെഷ്യലിസ്റ്റ്. അശ്വതി, എന്താണ് പറയാനുള്ളത്? സന്തോഷം, ഇത്രയും കാലം ഇതിന് ഭാഗമാകാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. ഇനിയും ഉണ്ടാകും കൂടെ. അതാണ് നമ്മളൊക്കെ യുവ മാധ്യമ പ്രവർത്തകരാണ്. ഇതുപോലുള്ള ഗൗതം ചേട്ടൻ, ഐസൻ ചേട്ടൻ, നമ്മുടെ രഞ്ജിത്ത് ചേട്ടനൊക്കെയാണ് ഞങ്ങളുടെ അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഔട്ട്പുട്ടിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണത്? നമ്മുടെ സ്വന്തം അനൂപ് ചന്ദ്രശേഖരൻ. നമ്മുടെ റൈറ്റ് സൈഡിലൊക്കെ വന്ന് റൈറ്റ് ആയിട്ട് നിലപാടുകൾ പറയുന്ന നമ്മുടെ സ്വന്തം അനൂപ്. എനിക്ക് തോന്നുന്നു ഈ ഡെസ്കിനെ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് അത് അനൂപ് ചന്ദ്രശേഖർ ആയിരിക്കും. ഞങ്ങളെ വഴക്കും പറയും, നന്നായിട്ട് വഴക്ക് പറയും, പക്ഷേ നന്നായിട്ട് അനൂപേട്ടാ പറ അനുഭവം എല്ലാം പറഞ്ഞു. ഞാൻ ആദ്യം ഞാൻ ഇവിടെ KP പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ തള്ളിയിട്ട് വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ 2015 ജനുവരി 5-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അന്ന് ഒരു വലിയ ബാച്ചാണ്. എനിക്ക് ഞാനും ഇപ്പോൾ രഞ്ജിത്ത് തമ്പാടിയൊക്കെയാണ് ഒന്നിച്ചാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പ് ഇവിടെ ഗൗതം ആശ എന്ന് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് വരുന്ന ഒരു വലിയ ബാച്ചായിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ അന്ന് വരുമ്പോൾ ഒരു വലിയ സ്വപ്നമായിരുന്നു ജനം എന്ന് പറഞ്ഞ ചാനൽ ഓണർ വരിക എന്നുള്ളൊരു വലിയ സന്തോഷവും ഒരു വലിയ സ്വപ്നമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ ഒരു കല്യാണ വീട്ടിലെ അന്തരീക്ഷം പോലെയായിരുന്നു അന്നത്തെ തലേദിവസം. ഈ ചാക്കല ഓഫീസിൽ തലേദിവസം നമ്മൾ ഗ്രാഫിക്സ് റെഡിയാക്കുന്നു, എൻ്റെ BG നോക്കുന്നു, അങ്ങനെ പലവിധ പരിപാടികളായിരുന്നു അന്നത്തെ തലേദിവസം. അപ്പോൾ അന്ന് എനിക്കൊപ്പം ഉണ്ടായിരുന്ന അന്ന് രാജേഷ് പിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ രാജേഷ് പിള്ള സാറ്, സനോജ് ചേട്ടനെ, അതുപോലെ അന്നുണ്ടായിരുന്ന നിലിൻ, കൃഷ്ണരാജ്, അവർക്ക് അന്ന്, പിന്നെ B രാജേഷേട്ടൻ, അന്നൊക്കെ ഉള്ള അന്ന് ഡെസ്കിലുണ്ടായിരുന്നു. പിന്നെ സുബീഷുണ്ട്, സുരേഷ് തിരുമേനി, പിന്നെ അതിനുശേഷം AK സുരേഷ് ടീമിന്റെ ഭാഗമായിട്ട് വരുന്നു. പിന്നെ നമ്മുടെ KP ടീമിന്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ടീമായിരുന്നു. പിന്നെ നമ്മുടെ രേണുക ചേച്ചിയുണ്ട്, പിന്നെ MG രേണുക. അങ്ങനെ ഒരു നല്ല ടീമായിരുന്നു. ഒരു നല്ല ടീമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഒരു കാര്യം കൂടി, അതായത് ചേട്ടൻ ഒരുപാട് റൺ ഡൗൺ സെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ കൂടിയാണ്. അല്ല, അനൂപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനൂപ് ഇടയിൽ രഞ്ജിത്ത് അമ്പാടിയെ പോലെ ഒന്ന് ഒരുപാട് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ കളരികളിൽ പോയി പുതിയ അടവുകൾ പഠിച്ചു വന്ന എങ്ങനെയാണ് ആ ഒരു തിരിച്ചുവരവ്? ഞാനിവിടെ മൂന്നാം വട്ടമാണ് ഒരു ദിവസം ജനം ടി വിയിലോട്ട് വരുന്നത്. ആദ്യം 2018 ഇവിടുന്ന് പോകുന്നു. പിന്നെ ഇനി പോകരുത് കേട്ടോ, ഇനി വിടില്ല നമ്മൾ. 2018 ശേഷം പിന്നെ ഇപ്പം മൂന്നാം തവണ. ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു, ഇടയ്ക്ക് മാതൃഭൂമിയിൽ പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ അതിന് ശേഷം 2023 പോയിട്ട് ഒരു 5 മാസങ്ങൾ തിരിച്ചു വന്നിട്ട് ഇപ്പം വീണ്ടും വന്നതിൽ വളരെ ജനം ടി വിയുടെ ഭാഗമായി വന്നതിൽ വളരെ സന്തോഷം. വീണ്ടും ഇതിനൊപ്പം തന്നെ ഈ യാത്ര തുടരണം തന്നെ, ജൈത്രയാത്ര തുടരണം അല്ലേ? അത് തന്നെ, ജനത്തിനൊപ്പം യാത്ര തുടരണം. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അനൂപേട്ടൻ എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ നട്ടല് തന്നെയാണ് കേട്ടോ. ഇതുപോലുള്ള അണിയറ പ്രവർത്തകരല്ല, ചേട്ടപ്പോൾ റൈറ്റ് സൈഡിലൊക്കെ കൃത്യമായി നിലപാട് പറയുന്നുണ്ട്. ഇനി പ്രേക്ഷകർ പലപ്പോഴും ഞാൻ വാർത്ത വായിക്കുമ്പോൾ കമന്റിൽ പറയാറുണ്ട്, ജനം ടിവിയുടെ തീം സോങ് അടിപൊളിയായിട്ടുണ്ട്, അതൊന്ന് കേൾക്കാൻ പറ്റുമോ എന്നൊക്കെ. അത് ഡയറക്റ്റ് ചെയ്ത നമ്മുടെ സ്വന്തം, അതെ, സ്ത്രീകൾക്കൊക്കെ അഭിമാനം കൂടിയാണ്, ഒരു വിമൻ പ്രൊഡ്യൂസർ കൂടിയാണ് ചേച്ചിയാണ് ആ തീം സോങ് ഒക്കെ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് വർഷത്തെ ഒരു അനുഭവം ഇവിടെ നിന്നും പങ്കുവയ്ക്കുകയാണ്. ചുരുക്കി പറയാം. ഇപ്പോൾ 11 വർഷമായെങ്കിലും ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തു. ഇപ്പോൾ തിരിച്ച് വന്നിട്ട് 1 മന്തേ ആയിട്ടുള്ളൂ. പക്ഷേ ജനം ലോഞ്ച് ചെയ്യുന്ന ഇതിനും ഒരു 2 വർഷം മുന്നെയാണ് ഞാൻ ശരിക്കും ആദ്യത്തെ സ്റ്റാഫിൽ ഒരാളാണ്. അപ്പോൾ എന്താണ് ജനം ടി വി എന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഞാൻ ഉൾപ്പെടുന്ന 2-3 പേർ ഇതിനകത്തുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ രാജേഷ് പിള്ള സാറ്, സനോജ്, അങ്ങനെ കുറച്ച് പേര്. ഒരു പ്രധാനപ്പെട്ട ആളുടെ പേര് വിട്ടുപോയല്ലോ.
അല്ലല്ലോ, അതല്ലല്ലോ. അതായത് ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് അല്ലേ, അതെ. എഡിറ്ററിന്റെ ഹെഡായിട്ടുള്ള രാജീവേട്ടന്റെ പ്രിയ പത്നി കൂടിയാണ് ഈ സൂര്യ ചേച്ചി എന്ന് പറയുന്നത്. രാജീവേട്ടന്റെ പേര് വിട്ടു. ഓക്കെ, എന്തായാലും അതെ. അപ്പം ഞങ്ങൾ കുടുംബത്തോടെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കൂടാതെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ ഈ നമ്മുടെ ജനം ടി വിയുടെ വണ്ടിയുമായി ഇറങ്ങുമ്പോൾ പലരും ഇത് ജാനം ആണോ എന്ന് ചോദിച്ച, ഇതെന്താ ഒരു ജാനം ടി വിയോ പുതിയ ടി വിയോ എന്ന് ആൾക്കാരിലേക്ക് ജനം ആണ് എന്ന് എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ജനം ടി വിയുടെ തീം സോങ് അത് ഞാൻ ഡയറക്റ്റ് ചെയ്തു. ONV സാറിൻ്റെ വരികളിൽ M ജയചന്ദ്രൻ സാറ് മ്യൂസിക് ചെയ്തിട്ട് അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അഭിമാനമുണ്ട്. ഇപ്പം എന്നും തുടക്കം തീം സോങ്ങിലാണ് ജനം തുടങ്ങുന്നത്. അത് ഞാൻ ഇവിടെ നിന്ന് പോയപ്പോഴും ഇപ്പോൾ ഉള്ളപ്പോഴും ഒക്കെ അല്ല, സൂര്യ പറഞ്ഞു ആ ഒരു തുടക്കം അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ജനസമക്ഷം എത്തിയത്. ഇപ്പോൾ മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം എന്ന് തന്നെ പറയാം. മറ്റേത് ചാനലുകളോടും വെല്ലുവിളിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ, ജേർണലിസ്റ്റുകൾ, മാനേജ്മെന്റ് എല്ലാ തരത്തിലും ഒരു ചാനൽ എന്ന രീതിയിൽ ഏറ്റവും മികവിന്റെ ഉന്നതിയിലേക്ക് എത്തിയിട്ടുണ്ട് ജനം TV എന്ന് പറയാം. ആ ഒരു തിരിച്ചുവരവ് എത്രത്തോളം അനുഭവപ്പെടുന്നുണ്ട്? ശരിക്കും എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം എൻ്റെ കയ്യിലൊരു കുഞ്ഞു കുട്ടിയെ കിട്ടുന്നത് പോലായിരുന്നു ഈ ജനം തുടങ്ങുന്ന സമയത്ത്. ഇതിൻ്റെ ലോഗോ വരെ ഡിസൈൻ ചെയ്യുമ്പോൾ ലോഗോ എങ്ങനെ വേണം, ലോഗോ ഏതായിരിക്കണം, ഒരുപാട് ലോഗോകൾ നമ്മുടെ മുന്നിൽ വന്നു. ഇതിൽ നിന്ന് ഇത് വേണം എന്നൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ അതായത് ഒരു ചാനൽ തുടങ്ങുന്നതിൻ്റെ A to Z കാര്യങ്ങളിലും ഇടപെടാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിനെ വളർത്തിയെടുത്തതിൽ ഇവരെല്ലാവരും മുഖ്യ പങ്ക് വഹിച്ചു. അതിന്റെ ആ ഒരു അഭിമാനത്തിലും സന്തോഷത്തിലും. പിന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ. നമ്മുടെ അഭിലാഷ് കളറൊക്കെ ഉണ്ട്, അഭിലാഷ് കളർ ഓടി വരണേ. ഓക്കെ, അയ്യോ എല്ലാരും മുങ്ങി. അമൃത, അനഘ, വരൂ. ഇവരൊക്കെ നമ്മുടെ പുതിയ കുടുംബാംഗങ്ങളാണ്, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്താ അവതാരമാണ്. പക്ഷേ ഇപ്പൊ എന്താണെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഞാൻ ഇവിടെ ഫസ്റ്റ് വന്ന് അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്തപ്പോൾ ആദ്യം കിടക്കുന്ന പേര് വിഷ്ണു എന്നാണ്. അപ്പൊ ഞാൻ വിഷ്ണു 001 ആണോ ചേട്ടാ? അതായത് ഇവിടുത്തെ ആദ്യത്തെ എംപ്ലോയി ആയിട്ട് രജിസ്റ്റർ ചെയ്ത ഞങ്ങളുടെ സ്വന്തം വിഷ്ണു ചേട്ടൻ, അസാധ്യ എഡിറ്റർ. എന്താണ് അനുഭവം? ചേട്ടന് പറയാൻ പറ്റുന്ന അനുഭവത്തെക്കാട്ടി കൂടുതൽ വേറെ ആർക്കും പറയാൻ പറ്റില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ജനത്തിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഒരു ചാനലിൻ്റെ വളർച്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഇത് ഇങ്ങനൊരു ചാനലിൻ്റെ ആവശ്യമുണ്ടോ, ഇത്രയും ചാനലുകൾക്കിടയിൽ എന്താ പറയുക, നമുക്ക് ഇത്രയും നല്ലൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റി കുറഞ്ഞ സമയം. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. തുടക്കം മുതൽ അതിൽ എല്ലാ കാര്യത്തിലും കൈകടത്താനും എല്ലാത്തിനും ഇൻവോൾവ് ചെയ്യാനൊക്കെ സാധിക്കും. മുകളിൽ ചേട്ടനോട് സാമ്രാജ്യമുണ്ട്, ഒരു എഡിറ്റ്സ്യൂട്ട് ഉണ്ട്. അവിടെ പറയുകയാണെങ്കിൽ നമ്മൾ ഏത് സിനിമാ പ്രോഗ്രാം, ഇപ്പൊ ഞാൻ എൻ്റെ ടാക്കീസ് ടോക്ക് അടക്കമുള്ള സിനിമാ പ്രോഗ്രാമുകൾ, ദീപു കല്ലൂരിന്റെ നാട്ടുവരുമ്പോൾ അത് ഏത് ആയിക്കഴിഞ്ഞാലും, രാഷ്ട്രീയമായി കഴിഞ്ഞാലും, കാർഷിക പരിപാടി ആയി കഴിഞ്ഞാലും, സിനിമാ പരിപാടി ആയി കഴിഞ്ഞാലും, ആത്മീയ പരിപാടി ആയി കഴിഞ്ഞാലും, ഇനി എന്ത് പരിപാടി, അശ്വതി ഇനി എന്ത് പരിപാടി കൊടുത്തു കഴിഞ്ഞാലും അത് വളരെ ഭംഗിയായി എഡിറ്റ് ചെയ്ത് വളരെ കൂടുതൽ മികവാർന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന നമ്മുടെ മിടുക്കൻ. അപ്പോൾ താങ്ക് യു ചേട്ടാ. ചേട്ടനൊക്കെയാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത്. കാരണം ചേട്ടനൊക്കെ നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ നമുക്ക് വെബിലെ പുതിയ മുഖങ്ങളെയും പഴയ മുഖങ്ങളെയും ഇയാളെ പരിചയപ്പെടുത്തണം. പലപ്പോഴും പറയാറുണ്ട് ഞാനും ആതിരയും അനിയത്തിയും ചേട്ടത്തിയാണെന്ന്. പിന്നെ ആതിര എന്നെയും കാട്ടി കൂടുതൽ നാളായിട്ട് ഇവിടെ ഉണ്ട്. എന്താണ് അനുഭവം? പ്രിയപ്പെട്ട വാർത്താ അവതാരകയാണ്. ഞാൻ വെബിന് ആണ് ജോയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ ജനത്തിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ജനം ഓണെയർ പോകുന്ന സമയത്ത് വായിജുത്തേട്ടൻ, മഹേഷ് ചേട്ടൻ, നിഖിലേട്ടൻ ഇവരൊക്കെ ആയിരുന്നു വെബിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് പല പ്രമുഖ ചാനലുകളും അവരുടെ വെബ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ അതിൽ പലപ്പോഴും മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള പലതിനും വിലയ്ക്ക് വാങ്ങി ഒക്കെ തുടങ്ങുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് നേരത്തെ അതെ. അത് മാത്രമല്ല, നേരത്തെ ഗൗതേട്ടനായാലും രജിത്തേട്ടനൊക്കെ ആയാലും സൂചിപ്പിച്ച പോലെ ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മറ്റുള്ള ചാനൽസിൻ്റെ പോലെയല്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു അന്ന് തുടക്കത്തിലുണ്ടായിരുന്നവരുടെ ആ പ്രയത്നമാണ്. അപ്പോൾ ഇപ്പോൾ അവരെ ഓർമ്മിക്കാതെ അല്ലെങ്കിൽ അവരെ കുറിച്ച് മെൻഷൻ ചെയ്യാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് അങ്ങനെ സന്തോഷം. ഓക്കെ, ഞങ്ങൾക്കും സന്തോഷം. ഇനി അല്പം പുതിയ മുഖങ്ങളെയും അതെ, പുതിയ മുഖങ്ങളിലേക്ക്. ഈ സുഭാഷ് ഏട്ടൻ പുതിയ മുഖമൊന്നും അല്ല കേട്ടോ. സുഭാഷ് ഏട്ടൻ എങ്ങനെയുണ്ട് അനുഭവം? ഇത് ഈ സിസ്റ്റത്തിൽ നിന്ന് കണ്ണെടുക്കത്തില്ല. എഡിറ്ററാണ് ഞങ്ങളുടെ, പക്ഷെ സിസ്റ്റത്തിൽ നിന്ന് കണ്ണെടുക്കാറില്ല.
ഇവിടെ വന്നതിൽ നല്ല അനുഭവമുണ്ട്. ഇവിടുത്തെ സാഹചര്യങ്ങൾ പൊരുത്തപ്പെട്ടു പോകാനും നല്ലൊരു ഫീലാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ല സൗഹൃദം സൂക്ഷിക്കുന്നത്, ഞങ്ങൾ എല്ലാവരും സൗഹൃദം സൂക്ഷിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ സൗഹൃദം പങ്കിടുന്നത് ഈ ഡിജിറ്റൽ ടീമാണ്. ഇവരൊരു ഒരു ഒറ്റക്കെട്ടാണെന്ന് പറയാം. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്, പക്ഷേ ഇവർ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. എന്താണ് അതിന്റെ രഹസ്യം പുതിയ ചേട്ടാ? ഞങ്ങൾ ഒത്തൊരുമയാണ്. ഐക്യമത്യ മഹാബലം. എങ്ങനെയാണ് നമ്മൾ 11 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഒരു സന്തോഷം എത്രത്തോളമാണ്? എല്ലാവർക്കും ഉള്ള പോലെ നല്ലൊരു സന്തോഷം എനിക്ക്. അവന് എല്ലാവർക്കും ഉള്ളതുപോലുള്ള സന്തോഷമുള്ളൂ. അവന് പ്രത്യേകിച്ച് കുറിച്ച് പറയുമ്പോഴേ ഇവിടെ എപ്പോഴും ഞങ്ങൾ ഒരു 9 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 9 പേര് കാണും. അപ്പോൾ ആ ടീം ഇപ്പോൾ നിതീഷ് ആയാലും അശ്വിനി ആയാലും ഇവിടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വിഷ്ണു ചേട്ടൻ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ആൾ ഇവിടെ 4-5 വർഷമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ പുതിയ ആൾക്കാർ വന്നാലും ഭയങ്കരമായിട്ട് നമ്മൾ പെട്ടെന്ന് ജെല്ലാവുകയും എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഇല്ലാത്ത ഇച്ചിരി കൂടുതൽ ഒത്തൊരുമ. അതെ അതെ, എല്ലാവരോടും സ്നേഹമാണ്, കമ്പനിയാണ്. എന്നിരുന്നാൽ പോലും ഞങ്ങൾക്കൊരു പൊടിക്ക് കൂടുതൽ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഒത്തിരി അധികം ഉണ്ട്. കണ്ണ് വെക്കരുത് ആരും. ഇല്ല, കണ്ണ് വെക്കത്തില്ല. പ്രേക്ഷകർ ഒന്ന് കണ്ണ് വെച്ചേക്ക് കേട്ടോ. എന്തായാലും നമുക്കിനി പുതിയ ആൾക്കാരെ കൂടി പരിചയപ്പെടാം. ചേട്ടാ ഇല്ല, പുതിയ ആളില്ല കേട്ടോ. ഡൽഹിയിൽ നിന്നും ഇവിടത്തേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അയ്യോ സോറി, ഇതെനിക്ക് പുതിയ അറിവാണ്. ചേട്ടാ അനുഭവം പങ്കുവെക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ആളല്ല. 6 വർഷമായി ജനത്തിൽ വന്നിട്ട്. ഒരു 4 വർഷം ഡൽഹിയിലായിരുന്നു. ഇപ്പൊ ഒരു 6 മാസമായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ വന്നിട്ട് ഡൽഹിയിൽ നിന്നും ഇവിടത്തേക്ക് വന്നിട്ടല്ലേ? അതെ അതെ, അവിടെ ഒറ്റയ്ക്കായിരുന്നു, ഒരാളെ ഉള്ളായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഫുൾ ടീമുണ്ട്, ഫുൾ ടൈം എല്ലാവരും ഉണ്ട്. ഫുൾ വൈബാണ്. ഈ ജോലി ആസ്വദിച്ച് ചെയ്യുകയാണ് ജനം ടി വി. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു. അടുത്ത് നമുക്ക് വേറൊരാളെ കൂടി പെടുത്താം. നമുക്ക് ഈ ഫീൽഡിൽ സാധാരണ എഡിറ്റർ ഫീൽഡിൽ പെൺകുട്ടികൾ കുറവാണ്, പക്ഷേ അതിലൊരു പുതിയ മുഖമായി അശ്വിനി. സന്തോഷം. 3 വർഷമായല്ലോ ജനം ടി വി തുടങ്ങിയിട്ടല്ലേ? സന്തോഷം. ഓക്കെ, അത്രേ ഉള്ളൂ പറയാൻ. സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷം. ഇനി ഇദ്ദേഹത്തെ ലൈബ്രറിയിലേക്ക് പോവാ അല്ലേ? അദ്ദേഹം പറയൂ ശരത്തേട്ട, എന്താണ്? പ്രത്യേകിച്ചൊന്നും പറയില്ല. ഞാൻ ജനത്തിൽ വന്നിട്ട് 7 മാസമേ ഉള്ളൂ. 7 മാസമായെങ്കിലും ഒരു കുടുംബം പോലെ തന്നെ പോകുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നമ്മൾ ഒരുമിച്ചാണ് എത്തിയെന്ന് തോന്നുന്നല്ലേ? ഞാനും വന്നിട്ട് 7 മാസമാവുന്നു. നവംബറിലാണ് വരുന്നത്. ഓക്കെ, ഞാൻ ഒക്ടോബറിൽ. അപ്പോൾ എന്തായാലും ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇനി മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും ഇഷ്ടമാണ്, എല്ലാ കാര്യവും ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. ഇൻജസ്റ്റിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. 2 പേരിലേക്ക് വളരെ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. അമൃതയും അനഘയും ഉണ്ട്, ഒപ്പം ശ്രുതിയുമുണ്ട്. അമൃത അറിയില്ല. യെസ്, അനഘ വരൂ. അമൃത വാ. അങ്ങോട്ട് വാ, സമയമില്ല. അമൃത വരൂ, വാ. അനഘ, ഇത് ഞങ്ങളുടെ അനഘ. 11 വർഷമായി ജനം ടി വി മിടി തുറന്നിട്ട് അനഘ ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്രയായി? 2 വർഷം. എങ്ങനെ, എത്രത്തോളം സന്തോഷത്തിലാണ്? എന്തൊക്കെയാണ് ഓർമ്മകൾ? ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി ഓർമ്മകളുണ്ട്. ഇവിടെ അനഘയെ കുറച്ചുകൂടി വെട്ടത്തോട്ട് നിർത്താം. അനഘ ഇങ്ങോട്ട് നിൽക്കി. അമൃത, ഒത്തിരി ഓർമ്മകളുണ്ട്. എന്താ, ഒരു നല്ലൊരു സൗഹൃദം, അതിനപ്പുറം നല്ല ഒരു വർക്ക് ചെയ്യാൻ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ എല്ലാം. അത് ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഏറ്റവും മികച്ച ഒരു തുടക്കം തന്നെയാണ് അല്ലേ? അതെ, എന്റെ ഫസ്റ്റ് ചാനൽ, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ചാനലാണ്. നല്ലൊരു അനുഭവം തന്നെയാണ്. നല്ല അനുഭവം തന്നെയാണ്. എത്രത്തോളം സന്തോഷമുണ്ട്? വളരെയധികം സന്തോഷമുണ്ട്. ശ്രുതിനെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ സീനിയേഴ്സിനെ കൂടുതൽ ജൂനിയേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. പക്ഷേ ഞാനും ശ്രുതിയൊക്കെ പുതിയ മാധ്യമ പ്രവർത്തകരാണ്. പക്ഷേ മനോഹരമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർ കൂടിയാണ് ഞങ്ങളുടെ ശ്രുതി എന്ന് പറയുന്നത്. അനഘ ഓടിക്കളഞ്ഞു കേട്ടോ. അനഘ പെട്ടെന്ന് വാ. അമൃത വരൂ. അമൃത വാ, സമയമില്ല, ഓടി വാ. അമൃതേനെ പരിചയപ്പെടുത്തണോ പ്രേക്ഷകരെ? വാർത്താ അവതാരികയാണ്. ഫസ്റ്റ് എഡിഷനിൽ എപ്പോഴും കാണാം. അമൃത കുട്ടി എല്ലാവർക്കും അറിയാം, വാർത്താ അവതാരികയാണ്. എത്രത്തോളം സന്തോഷമുണ്ട് അമൃത? ഭയങ്കര സന്തോഷമാണ്. പറയൂ, ഈ ജനം ടി വിയിൽ വന്നു ഒരു തുടക്കക്കാരി എന്ന രീതിയിൽ. 2023 ജനം ടി വിയിൽ ജോയിൻ ചെയ്യുന്നത്. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ച് ഇവിടേക്ക് തന്നെ വന്നു. ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ജനം ടി വി എത്രത്തോളം സഹായകരമായിട്ടുണ്ട് എല്ലാ തരത്തിലും? എല്ലാവരും സഹായകരമാണ്. ഇവിടെ ഓരോ പേരും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഗൗതം ചേട്ടൻ, അനൂപേട്ടൻ, KP ചേട്ടൻ, എല്ലാവരും പ്രദീപ് സാറുണ്ട്. മാത്രമല്ല, ഞാൻ ആദ്യം വെബിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ 6 മാസം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഡെസ്കിലേക്ക് വന്നത്. വീണ്ടും ഇവിടെ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് പോവേണ്ടി വന്നു. വീണ്ടും ഇപ്പൊ ഞാൻ വന്നിട്ട് വീണ്ടും ഒരു 4-5 മാസം ആയിട്ടുണ്ട്. വന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ജനം ടി വിയിൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത ഒരു നന്ദു എന്ന് പറയുന്ന ഒരു സീനിയർ നന്ദുവിനെ അറിയാമോ? നന്ദുവിനെ വിട്ടുപോയി. പറയൂ. എന്റെ ഹസ്ബൻഡാണ് നന്ദു. ഇവിടെ വന്നതിന് ശേഷമാണ് എന്റെ കല്യാണം നടന്നത്. അതായത് ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം ജനം ടി വിയിലാണ്. ജനം ടി വിയുമായി ബന്ധപ്പെട്ടാണല്ലേ?
ശരി, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെ കാണിക്കാം. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂം, അതായത് നമ്മുടെ PCR. അതെ, നമ്മുടെ നട്ടലെന്ന് പറയാം. ഇവിടെ രാജീവേട്ടനുണ്ട്, അരുൺ LS ഉണ്ട്, നമ്മുടെ ഓടി വരൂ അഞ്ജന, ഇതാണ് അഞ്ജലി. നമ്മുടെ അരുൺ LS തുടക്കം മുതൽ From കടയ്ക്കൽ. ഉള്ള നമ്മുടെ ഫ്രം കടയ്ക്കലാണ് അല്ലേ? അതെ, അതെ. എത്രത്തോളം സന്തോഷത്തിലാണ് അരുണെ? ഫ്രണ്ടിലോട്ട് വളരെ നല്ല സന്തോഷത്തിലാണ് ചേട്ടാ. കാരണം മാർച്ച് 9, 2015 ജോയിൻ ചെയ്യുന്നത്. അന്നോട്ട് ഇന്ന് വരെ 11 വർഷം. അന്നോട്ടെ കാണുന്ന കുറേ മുഖങ്ങൾ, പുതിയതായിട്ട് വന്ന കുറേ മുഖങ്ങൾ, എത്രയോ മുഖങ്ങൾ ഇങ്ങനെ മാറി മാറി കണ്ടു. പലരും ചോദിച്ചു വേറെ ചാനലിലോട്ടൊന്നും പോകാത്തെന്താന്ന്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ 2-3 ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ശരിക്കും കിട്ടിയ ഒരു ചാനൽ വിട്ടുപോകാൻ പറ്റത്തില്ല. ശരിയാ. പിന്നെ അല്ല, അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അതിപ്പോൾ തൽക്കാലം ബ്രേക്കാണ്. പിന്നെ എനിക്ക് ഈ അവസരത്തിൽ അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഓൺലൈൻ എഡിറ്റേഴ്സ് ആയിട്ടുള്ള എൻ്റെ സീനിയേഴ്സ് ആയിരുന്നു. അജിത്ത് ചേട്ടൻ ഇപ്പം മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ മനുചേട്ടൻ ഇപ്പം UK പുറത്താണ്. അപ്പം അവരുടെ കൂടെയാണ് ഞാൻ അന്ന് അസോസിയേറ്റ് ചെയ്തത്. ഫസ്റ്റ് ന്യൂസ് ഓൺ എയർ കയറുമ്പോൾ ലക്ഷ്മി ചേച്ചി റീഡ് ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ പ്ലേ ബാക്കിലായിരുന്നു. സ്വിച്ചിങ്ങിലെ മനുചേട്ടൻ, കൂടെ അജിത്ത് ചേട്ടൻ. അപ്പം ഒരിക്കലും മറക്കാൻ പറ്റാത്ത 10-11 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ ഫീൽഡിൽ ഉള്ളിടത്തോളം കാലം ജനം TVയോടൊപ്പം കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹവും. അരുൺ, എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഞാൻ മറ്റൊരു ചാനലിൽ നിന്ന് വന്ന ഒരാളാണ്, പക്ഷേ എനിക്ക് ഇത്രത്തോളം ഒരു ഫാമിലി ഫീലിംഗ് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടുകയുമില്ല എന്ന് തോന്നുന്നു. എങ്ങനെയാണ് ആ ഒരു ജനം കുടുംബം, ആ ഒരു വൈകാരികമായൊരു അടുപ്പം എത്രത്തോളം? സുരേഷേട്ടാ, എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും കോമ്പറ്റീഷനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ചാനലുകളെപ്പോഴും എന്തോന്നാണ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് അവർ കോർപ്പറേറ്റുകളിൽ ചിന്തിക്കുകയും ഒരു മത്സരബുദ്ധി മാത്രമേ കാണൂ. ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് അവരുടെ ഇടയിൽ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മാനേജ്മെന്റിന്റെ സൈഡിനായാലും അന്നത്തെ ടോപ്പിലുണ്ടായിരുന്നവരും പറഞ്ഞത് നമ്മളിവിടെ ഒരു ജനഫാമിലിയാണ്. ഇവിടെ എല്ലാവരും എന്തോന്നുന്നു എല്ലാ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞിരിക്കണം, കുടുംബപരമായി അറിഞ്ഞിരിക്കണം. അതാ നമ്മളിപ്പം ഒരു ഫാമിലി മീറ്റ് കൂടിയിട്ട് അധികം ദിവസം ആയതുപോലുമില്ല. അപ്പം അന്നെടുത്ത ആ ഒരു തീരുമാനം എന്നെ വളരെയേറെ എന്തോന്നാണ് ആകർഷിച്ചതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തിരി ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ദൂരോട്ട് മാറി നിൽക്കാനും താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വന്ന് കയറിയ സ്ഥാപനവും അതുപോലെ ഫാമിലിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. ഇരട്ടി സന്തോഷം. അതെ. പരസ്പരം ഈഗോ ഇല്ലാത്ത ആൾക്കാർ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ചാനൽ രംഗത്ത് അത്തരത്തിലുള്ള കളികളുണ്ടെന്നാണ്. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സഹകരിച്ച് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പോകുന്ന ഒരു ഫാമിലി തന്നെ, ഒരു കുടുംബം തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. നമുക്ക് നമ്മുടെ കുടുംബത്തിലെ മറ്റൊരാളെ കൂടി വിളിക്കാനാണ്, പക്ഷേ യൂത്ത് ആണ് എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. അപ്പോൾ ന്യൂജൻ രാജീവേട്ടൻ അല്ലെ, ഞങ്ങൾ ന്യൂജൻ പറഞ്ഞു. ന്യൂജൻ രാജീവേട്ടൻ പ്ലീസ് കം. നമ്മുടെ ട്രെൻഡ് സെറ്റർ ആണ് കേട്ടോ ഇവിടുത്തെ. അദ്ദേഹം ഇടുന്ന ഓരോ ടീഷർട്ടും പാൻസും ഷൂസും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കും. ചേട്ടാ എന്താ രാജീവ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അറിയാനും തുടക്കം മുതലുണ്ട്. ഇപ്പോൾ നമ്മുടെ എഡിറ്റർമാരുടെയൊക്കെ ചീഫ് സന്തോഷത്തിലാണ്. സംസാരിക്കാൻ അറിയില്ല, പെരുമാറാൻ അറിയും. ഡെസ്കിൽ ഞങ്ങളോടൊക്കെ സംസാരിക്കാറുണ്ടല്ലോ, അതുപോലെ സംസാരിച്ചാൽ മതി. ഇങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. 11 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. സന്തോഷം. നിങ്ങളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അതിനേക്കാളും വലിയ സന്തോഷം. പിന്നെ എൻ്റെ കൂടെ കുറേ പേരുണ്ട്, അതാണ് എൻ്റെ ഒരു കരുത്ത്. ഇനിയിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര നെർവസ്. എത്രത്തോളം എനിക്ക് തോന്നുന്നു ഈ സന്തോഷം കൊണ്ട് വാക്കുകൾ വരാത്തതാണ്. അല്ല, എനിക്കങ്ങനെ പൊതുവെ ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ അല്ലല്ലോ. അതെ, അല്ല മൈക്ക് ഇല്ലാതെയാണ് സംസാരിക്കുക. മൈക്ക് കിട്ടിയാൽ ഇച്ചിരി ഭയമാണ്. അപ്പോ രാജീവേട്ടൻ എന്നൊക്കെ വെച്ചാൽ ഞങ്ങളുടെ സ്ട്രെങ്ത് ആണ്. അദ്ദേഹം ഇങ്ങനെ കാണുന്നത് പൂച്ചക്കുട്ടിയൊന്നും അല്ല, പുലിക്കുട്ടിയാണ്. ഇപ്പം മൈക്ക് കൈ കിട്ടിയോണ്ട് ഒന്ന് പിറകിലോട്ട് പോയത്. അപ്പൊ നമുക്ക് മറ്റാൾക്കാർ കല്ലറ, അതായത് കല്ലറയിൽ നിന്നും ക്യാമറയിൽ ചരിത്രം രചിക്കാൻ വരുന്ന കല്ലറ, ഒപ്പം നമ്മുടെ MCRലുള്ള പ്രവീൺ ചേട്ടൻ. ഓടി വരൂ. അഞ്ജന വരൂ. PCR ടീം എല്ലാരും ഒളിച്ചിരിക്കും കേട്ടോ, ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വരാവോ? വാ വേഗത്തിൽ. പ്രവീൺ ചേട്ടൻ അടുത്തിടെ ജോയിൻ ചെയ്ത ആളാണ്. കൗമുദിയിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് കൗമുദിന്ന് ജനം TVയിൽ വരുമ്പോൾ ഒരു അനുഭവം? എന്ത് പറയാൻ, വളരെ വ്യത്യാസമാണ്. പല അപ്ഡേഷൻ ഉണ്ട്, നല്ല സന്തോഷമുണ്ട്. ഇനിയും ജനം TVക്കൊപ്പം തുടരും.
എസിന് നമുക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞോ. ഒന്നുമില്ലേ, ആദ്യമായിട്ടാണ്. അതെ അതെ, ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ആ ഒരു വാക്കുകൾ കിട്ടുന്നില്ല അല്ലേ? പുലികളാണ് കേട്ടോ ഇങ്ങനെ. അല്ല, എനിക്ക് ഇപ്പൊ കൗമുദിയിൽ നിന്നാണ് അല്ലെങ്കിൽ മറ്റു ചാനലുകളിൽ നിന്ന് വരുമ്പോൾ ഈ ജനം TV ഈ ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം വ്യത്യസ്തമാണെന്ന് തോന്നി? അങ്ങനെ പറയാം, പല പല ചാനലും വന്നിട്ടും, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു 24/7 ലൈവിലിരിക്കുന്നത്. പിന്നെ അതിന് അപ്ഡേഷൻ ഉണ്ട്, അതിന് കൂടുതൽ വർക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അതെ അല്ലേ? പിന്നെ ഫുൾ ഓണാണ്, ആ ഒരു സന്തോഷത്തിലാണ്. അതെ. ഓക്കെ പ്രവീൺ, ആക്ച്വലി ഇനി നമുക്ക് ഒരുപാട് നമ്മുടെ കൂട്ടുകാരെ പരിചയപ്പെടുത്തേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്നവരാണ്. പ്രിയപ്പെട്ട വാർത്താ അവതാരക അഞ്ജനയെ വിളിക്കാം. അഞ്ജന എന്ന് വെച്ചാൽ മൾട്ടി ടാസ്ക് കൈകാര്യം ചെയ്താണ്. അഞ്ജനയുണ്ട്. അഞ്ജലിക്കുട്ടി ഓടിവാ. ഞങ്ങളുടെ ഏറ്റവും ഇളയ കുട്ടിയുണ്ട് കേട്ടോ. ആദ്യം അഞ്ജനയെ പരിചയപ്പെടുത്താം. അഞ്ജലി വരൂ. അഞ്ജന, എന്താ പറയാനുള്ളത്? ഒത്തിരി സന്തോഷം. 11 വർഷമായി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് ജനത്തിൽ വന്നിട്ട് 2.5 വർഷമായിട്ടുണ്ട്. 2.5 വർഷമായെങ്കിലും ജനത്തിലൂടെയാണ് എൻ്റെ ശബ്ദം, എൻ്റെ മുഖം എല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നത്. പുറത്തുപോയി റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു ധൈര്യം തന്നതും ജനം TV ആണ്. അപ്പോൾ ഇത്രയും സീനിയേഴ്സിൻ്റെ ഒപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം പുറത്തുപോയി ജോലി ചെയ്യാനും ഡെസ്കിൽ ജോലി ചെയ്യാനും പറ്റിയ ഒത്തിരി സന്തോഷം. ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം, വ്യത്യസ്തമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റണം. അത് തന്നെയാണ് നമ്മുടെ പ്രത്യേകത. ഒത്തിരി സന്തോഷം, മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ കൂടുതലായിട്ട്. താങ്ക് യു അഞ്ജന, താങ്ക് യു സോ മച്ച്. ഇനി അഞ്ജലിക്കുട്ടി. അഞ്ജലിയാണ് ഞങ്ങളെ കൂട്ടത്തില് ഡെസ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഞങ്ങൾ അഞ്ജലിക്കുട്ടി. പക്ഷെ പ്രായം കുറവാണെങ്കിലും ആള് വർക്കിൽ പുലിയാണ്, അങ്ങനെ പറയാമോ? പറയാം. എന്താ പറയണം. ഓക്കെ, പറ. എത്രത്തോളമാണ് സന്തോഷം? ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ കുട്ടിയാണെങ്കിൽ ഇവിടെ ഉള്ളവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫീൽഡിൽ തന്നെ കുറേ നാൾ കണ്ടിന്യൂ ചെയ്യാനും അത്രത്തോളം കൂടുതൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള സന്തോഷവും കിട്ടുന്നുണ്ട്. അതുപോലെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലി പഠിച്ചിറങ്ങിയപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണം. അങ്ങനെ തുടക്കം ജനം TV യിൽ തന്നെയാണ്. ഈ ജനം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം സഹായകരമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, ആ സുഹൃത്തുക്കള് അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് ജനം ഫാമിലി? അത് എനിക്ക് വളരെയധികം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജനത്തിൽ വരുന്ന സമയത്ത് കോളേജ് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഉടനെ കയറിയ ആളാണ്. അപ്പം എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ ജേർണലിസം ഫീൽഡ് പുറത്തെല്ലാവരും പറയുന്നത് ഭയങ്കര മെനക്കേടായിരിക്കും, ഭയങ്കര പാടായിരിക്കും. അല്ല, ഞാനത് ചോദിക്കാൻ കാരണം അഞ്ജലി വന്ന സമയത്ത് അപ്പൊ അഞ്ജലി എന്നോട് പറഞ്ഞോളൂ, എനിക്ക് കുറച്ച് കാലമേ ഇവിടെ നിൽക്കൂ, പക്ഷേ ഇതുവരെയും പോയിട്ടില്ല. അതെ, അത് ജനത്തിലുള്ളവരുടെയും ഇവിടുത്തെ എല്ലാവരുടെയും ഗുണമാണ്. അതായത് ജനത്തിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഫീൽഡ് പറ്റുമോ നോക്കണം, എല്ലാവരും എങ്ങനെയാണ് നിൽക്കുന്നത്, എന്താണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പം ഇത്രയും നാൾ നിന്നിടത്തോളം എനിക്ക് ഈ ഫീൽഡ് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇഷ്ടപ്പെടാൻ ജനം TV സഹായകമായിട്ടുണ്ട്. തീർച്ചയായും. അപ്പം അഞ്ജലിയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. അഞ്ജലി എനിക്ക് ഇതിന് മുൻപേ അറിയാം കേട്ടോ. നമുക്ക് ഓഡിയോ ടീമിനെ വിളിക്കാം. ഓഡിയോ ടീം എന്ന് പറയുമ്പോൾ പ്രഹ്ലാദില്ല, ഗോവിന്ദില്ല, ഒരുപാട് പേരില്ല, പക്ഷെ അവർക്കൊക്കെ പകരമായിട്ട് കുറച്ച് ആൾക്കാർ അതിലുണ്ട്. അഭിലാഷ് ജോൺസൺ, നമ്മുടെ പാട്ടുകാരനെ കൊണ്ടൊരു പാട്ട് കൂടി പാടിപ്പിച്ച് ഞാനിന്ന് വിടും. അഭിലാഷ് ജോൺസൺ വരൂ. അസാധ്യ പാട്ടുകാരനാണ് കേട്ടോ ഈ ഓഡിയോ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാം എന്താ? അഭിലാഷ് ജോൺസൺ. അപ്പൊ എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്തേക്ക്. സന്തോഷായില്ലേ? സന്തോഷമായി. ഞാനിവിടെ വന്നിട്ട് 7 മാസമായി. ഒരു ന്യൂസ് ചാനലിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെയാണ്? അതെ, ന്യൂസ് ചാനലിൽ ഫസ്റ്റ് ടൈമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്നാ പിന്നെ ഞങ്ങൾക്ക് ഈ ആഘോഷം കൂടുതൽ മധുരമാക്കാം. ഒരു 2 വരി പ്ലീസ്. പെട്ടെന്ന് പറഞ്ഞാൽ പാടാൻ കുഴപ്പമില്ല, പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് മതി. 4 വരി. ഓക്കെ. ഓമൽ കൺമണിതിലെവാ, കനവിൻ തിരകളിലൊഴുകിവാ, നാടിൻ നായകനാകുവാൻ എന്നോമനെ ഉണരു നീ. അമ്മപ്പുഴയുടെ പൈതല അന്നൊഴുകി കിട്ടിയ കർണനായി, നാടിനു മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരു നീ. അടിപൊളി കേട്ടോ, അടിപൊളി. അപ്പോ അല്ല, ഈ അഭിലാഷ് പാട്ട് പാടുമ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ പറയാണ്, എനിക്കൊന്ന് പാടണമെന്നാണ്. ആരാ? പാടാനല്ലെങ്കിൽ പറയാനെങ്കിലും തിടുക്കപ്പെട്ട ഒരാൾ നിൽക്കുന്നുണ്ട്. അനൂപ്. എന്റെ അനൂപേ, എടി പാടുന്നു, പാടുവിടും. അല്ല, അനൂപ് നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ അനൂപ് വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതായത്
11 വർഷം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചാനൽ പിറന്നിട്ട്. ആ 11 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർനാഷണൽ ബ്രേക്കിംഗ് നമ്മൾ പ്രേക്ഷകർക്ക് നൽകിയിരുന്നു. അതിന്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. എന്തായിരുന്നു ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ IS മലയാളി സാന്നിധ്യം എന്നൊരു വാർത്ത എനിക്ക് മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ചാനൽ ബ്രേക്ക് ചെയ്യുന്നത് ജനം TV ആണ്. അതായത് ചാനൽ ഓണറായി ആദ്യത്തെ ദിവസം വൈകിട്ട് ആണ് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ആ വാർത്ത കൊണ്ടുവന്ന് രാജേഷ് പിള്ള സാറാണ് കൊണ്ടുവന്നത്. നമ്മൾ അന്നത്തെ കാലത്ത് അത് വലിയ സംഭവമാണ്. അതിനുശേഷമാണ് മറ്റ് മലയാള മാധ്യമങ്ങൾ, മറ്റ് പ്രിന്റ് ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും ഉള്ള മാധ്യമ സ്ഥാപനങ്ങൾ IS മലയാളി സാന്നിധ്യമുണ്ട്, IS ഒരു മലയാളി ബന്ധമുണ്ടെന്നുള്ള വാർത്ത കൊടുക്കുന്നത്. അപ്പം ശരിക്കും ജനം TVക്ക് മാത്രം അവകാശപ്പെടുന്നതാണ്. അതായത് IS ഭീകരതയ്ക്കെതിരായിട്ട് IS കേരളത്തിലും ഈ ജിഹാദികളുടെ ശബ്ദമുണ്ട്, അല്ലെങ്കിൽ തീവ്ര സംഘടനകൾ കേരളത്തിൻ്റെ സമൂഹത്തിലും പിടിമുറുക്കുന്നു എന്നുള്ള വാർത്ത ആദ്യമായിട്ട് ലോകത്തെ അറിയിക്കുന്നത് ജനം TV ആണ്. അപ്പോൾ ജനം TVക്ക് മാത്രം അവകാശപ്പെട്ട സംഭവമാണ്. ഈ ജനം TV പുറത്തു കൊണ്ടുവന്ന വാർത്ത പിന്നീട് എല്ലാ മാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു അല്ലേ? പിന്നെ ജനം TV കൊണ്ടുവന്ന ഈ വാർത്ത തന്നെ പിന്നീട് മാസങ്ങളോളം മറ്റു മാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട അവസ്ഥയെത്തി. നമ്മുടെ മാത്രം പ്രത്യേകത ജനം TV ആണ് ആദ്യമായിട്ട് അത് ജനം പുറന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിംഗ് മലയാളികൾക്ക് സമ്മാനിക്കാനായി എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ജനം TV മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വാർത്ത പിന്നീട് എല്ലാ ചാനലുകൾക്കും ഏറ്റെടുക്കേണ്ടി വന്നു. ആ ഒരു കാര്യം തന്നെയാണ് അനൂപ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. നമ്മുടെ 11 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഇന്റർനാഷണൽ ബ്രേക്കിംഗ് ഓഡിയോയിലെ അംഗം കൂടിയുണ്ടല്ലോ ധനുഷ്, എത്രത്തോളം സന്തോഷമുണ്ട്? ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ എല്ലാം നല്ല കമ്പനിയാണ്, ഒരു ഫാമിലി പോലെ കൊണ്ടുനടക്കാൻ പറ്റുന്നു. അതാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഡയറക്ടർ കൂടിയൊക്കെയാണ് കേട്ടോ ധനുഷ് എന്ന് പറയുന്നത്. അപ്പൊ ധനുഷിനെ പോലുള്ള പുതിയ അംഗങ്ങൾക്കിടയിൽ ഞങ്ങൾക്കും സന്തോഷം. അഭിലാഷ് കല്ലറയുണ്ട്. അതായത് ഈ ക്യാമറ ചലിപ്പിക്കുന്ന രണ്ടുപേരെ നമുക്ക് ഇതുവരെയും പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്യാമറമാൻ സുദർശൻ ചേട്ടനായിരുന്നു. അപ്പൊ അജിത്തേട്ടനുണ്ട്, തല അജിത്തൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അവരിലേക്കൊക്കെ പ്രേക്ഷകരിലേക്ക് തിരക്കിലാണ് ഇപ്പോൾ നമുക്കുള്ളത്. അഭിലാഷ് കല്ലറിയുമൊപ്പം വിഷ്ണു ചേട്ടനുണ്ട്. വിഷ്ണു ചേട്ടനാണ് നമ്മുടെ ആശാനും വിളിക്കാം. ആദ്യം നമുക്ക് കല്ലറ വാ, വരൂ വാ എന്റെ പൊന്നു കല്ലറ. കുറേ വർഷങ്ങളായി ഇവിടെ നമുക്ക് നമ്മുടെ മനോഹരമായ കാഴ്ചകളും ഒക്കെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു മുഖമാണ്. പക്ഷേ പ്രേക്ഷകരിലേക്ക് അധികം ഈ മുഖം അങ്ങനെ എത്താറില്ല അല്ലേ? കാരണം ക്യാമറയ്ക്ക് പിന്നിലാണ്. എത്രത്തോളം സന്തോഷമാണ്, എത്രത്തോളം അഭിമാനമാണ്, എന്തൊക്കെയാണ് പറയാൻ? 11 വർഷമായി. 11 വർഷം. ഞാൻ വന്നിട്ട് 8 വർഷമായി. അപ്പം നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ കൂടുതലും ഫ്ലോറിനകത്താണ്, അപ്പം ആരെയും കാണാറില്ല. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ പരിപാടിയിലാണ് പുറത്ത് കരയുള്ളത്. ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട്. കല്ലറയിൽ നിന്നും ക്യാമറയിൽ ചരിത്രം രചിക്കാനാണ് ആശാൻ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ള വാർത്തയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു മൂഡ് ഓഫ് ഒക്കെ ആണെങ്കിൽ ഈ കല്ലറ ചേട്ടൻ അവിടെ നിന്ന് ഓരോ ഗോഷ്ടി കാണിക്കും. അപ്പൊ തന്നെ നമ്മുടെ ഒരു എനർജി എന്ന് വെച്ചാൽ അങ്ങ് ഹൈ ലെവലാവും. മതിയോ? ഇഷ്ടപ്പെട്ടു. ഇൻജസ്റ്റിലേക്ക് പോവാം അല്ലേ? അതെ ഇൻജസ്റ്റിലേക്ക് പോവാം. ഇൻജസ്റ്റിൽ അവിടെ അനന്തുവാണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നേ. അനന്തു അനന്തു ഉണ്ടോ? അല്പം തിരക്കിലാണ്. ചുവന്ന ടീഷർട്ടൊക്കെ ഇട്ട്. എത്രത്തോളം സന്തോഷമാണ്. ഇന്ന് നമ്മുടെ പിറന്നാളാണ്. വളരെ സന്തോഷമുണ്ട്. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 2 വർഷമായിട്ട്. എത്ര വയസ്സുകൂടി ഉണ്ടെന്ന് പറയണേ? അത് പറയണ്ട അല്ലേ? അല്ല, കുഞ്ഞു കുട്ടി. അവനെ കാണുമ്പോ റാങ്ക് ഒക്കെ വാങ്ങിച്ച ആളാണ് കേട്ടോ. പോളിടെക്നിക്കിലാണോ? എവിടെ റാങ്ക് കിട്ടിയേ? മൈക്ക് കൊടുത്തേട്ടാ? അല്ലല്ല, റാങ്ക് കിട്ടിയതാണ്. റാങ്ക് കിട്ടിയിട്ടുണ്ട് അവന്. കോളേജിൽ പഠിച്ചപ്പോ. എപ്പോഴായിരുന്നു? സന്തോഷമുള്ള കാര്യമല്ലേ? പിന്നെന്താ മടിയൊന്നുമില്ല. എത്രത്തോളം സന്തോഷമുണ്ട്? വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു കൂട്ടായ്മയുടെ കൂടെ ചേരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ഫാമിലി പോലെ തന്നെ എല്ലാവരും നിൽക്കുന്നുണ്ട്. സന്തോഷം. ഓക്കെ, നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം എല്ലാ കൂട്ടുകാരെയും നമുക്ക് ഏകദേശം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ നമുക്ക് നമ്മുടെ മറ്റെല്ലാ ആൾക്കാരും അല്ലേ, സീനിയേഴ്സിൽ പലരും മറ്റ് ഷിഫ്റ്റുകളിലാണ് വരുന്നത്. ചിലർ മറ്റ് ജോലി. ഇന്നലെ നമ്മുടെ കൊല്ലത്ത് നമ്മുടെ ഇവന്റ്സ് ഉണ്ടായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട പേര് കൂടി പറയണം, പ്രദീപ് പിള്ള ആൻഡ് അനിൽ നമ്പ്യാർ. പക്ഷെ അവർ രണ്ടുപേരും ഇപ്പൊ ഇവിടെ ഇല്ല. ഞങ്ങളുടെ എല്ലാമാണ് അവർ രണ്ടുപേരും എന്ന് പറയുന്നത്. ബാക്ക് ബോൺ ആണ് ഇവർ രണ്ടുപേരും. പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് ആ മുഖമൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇന്ന് ആരുടെ പിറന്നാൾ ഉണ്ടെന്നാണ് PCR അഞ്ചര നിർദ്ദേശം നൽകുന്നത്. ആണോ അഞ്ചനെ?
പിറന്നാളല്ല, ഓക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാമറ, അതായത് നമ്മുടെ ഈ ജനം TV പിറന്ന ആദ്യ ദിവസം, അതായത് അത് ക്യാമറ മിഴി തുറന്നത് നമ്മുടെ സുദർശനൻ ചേട്ടൻ്റെ കൈകളിലൂടെയാണ്. അപ്പോൾ ഇപ്പോഴും സുദർശൻ ചേട്ടൻ ഇവിടെയുണ്ട്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ യെസ്, അപ്പോൾ അഞ്ജലി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഇനി ഫ്ലോറിലോട്ടൊന്നും കയറേണ്ട, എന്റെ പൊന്നു ചേച്ചി മതി, നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. ഏതായാലും അശ്വിനി പറഞ്ഞതുപോലെ തന്നെ വലിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും, നിങ്ങളും സന്തോഷത്തിലാണെന്നറിയാം. കാരണം നമ്മുടെ കുടുംബത്തിന്റെ പിറന്നാൾ ദിനമാണ്. എല്ലാവരും അവരവരുടേതായ വിശേഷങ്ങൾ പറഞ്ഞു, എല്ലാവരും അനുഭവങ്ങൾ പങ്കുവെച്ചു. അവരെല്ലാവരും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഇതൊരു കുടുംബമാണ്. ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു ഒത്തൊരുമ, അത് തന്നെയാണ് ഈ ജനം ചാറിന്റെ ഏറ്റവും വലിയ സവിശേഷതയും, അല്ലേ? യെസ്, തീർച്ചയായും. അങ്ങനെ ഞങ്ങളുടെ കാരണവരാണ് KP. അപ്പൊ KP ചേട്ടാ ഇപ്പോ അതെ, കാരണവരാണ്. ഡൈ ഒക്കെ തേച്ചിരിക്കുന്നുള്ളൂ. 11 വർഷങ്ങൾക്ക് മുൻപേ ജനം TV ആയിട്ട് ബന്ധപ്പെട്ട പ്രോജക്ട് തുടങ്ങും തൊട്ടേ ഈ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് 50 വയസ്സല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. സമയമായി. ഏതായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല സൂപ്പർ സൺഡേ.